വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ സഹോദരിമാരിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു സെലിൻ എന്ന സിസ്റ്റർ ജനീവ്. 1869 ഏപ്രിൽ 9 വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗ്വരിന്റെയും 8ാമത്തെ മകളായി സെലിൻ ജനിച്ചു. ഭക്തിയിലും പ്രാർത്ഥനയിലും വളർന്നു വന്ന സെലിൻ വിശുദ്ധ ത്രേസ്യയ്ക്ക് ഒരു സഹോദരിക്കുമപ്പുറം ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ സഭാപ്രവേശനത്തിനായുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തവേ അവൾക്ക് ധൈര്യം പകർന്നിരുന്നത് സെലിനാണ്. തന്റെ സെലിൻ ചേച്ചിയെ തനിച്ചാക്കിക്കൊണ്ട് ത്രേസ്യ അങ്ങനെ കർമ്മലമഠത്തിൽ പ്രവേശിച്ചു. എങ്കിലും കത്തുകളിലൂടെ ആ സ്നേഹം അവൾ പ്രകടമാക്കി. അവളുടെ ആ കത്തുകളിൽ സെലിന്റെയും ത്രേസ്യയുടെയും ആത്മബന്ധം പ്രകടമായി കാണാൻ സാധിക്കും. കൊച്ചുത്രേസ്യ ഇങ്ങനെ എഴുതുന്നു: അതെ, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. എന്നാൽ വേർപാടിനെ പറ്റിയുള്ള ചാഞ്ചല്യം ഉളവാകാത്ത വിധം അത്ര ശുദ്ധവും ദൃഢവുമായിരുന്നു ഞങ്ങളുടെ സ്നേഹം. ഒരു സമുദ്രത്തിന് പോലും ഞങ്ങളെ പിരിക്കാനാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വിശുദ്ധ ലൂയി മാർട്ടിന്റെ മരണസമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് സെലിനാണ്. അത് വലിയ ഒരു ഭാഗ്യമാണെന്ന് കൊച്ചുത്രേസ്യ അവളോട് പറയുകയുണ്ടായി. ലൂയി മാർട്ടിന്റെ മരണശേഷം 1894 സെപ്റ്റംബർ 14 സെലിൻ ലിസ്യു കർമ്മലമഠത്തിൽ പ്രവേശിച്ചു. 1895 ഫെബ്രുവരി 5 സഭാവസ്ത്ര സ്വീകരണം നടന്നു. അപ്പോൾ സെലിൻ തിരുമുഖത്തിന്റെ സിസ്റ്റർ ജനീവ് എന്ന പേര് സ്വീകരിച്ചു. അതുവരെ തിരുമുഖത്തിന്റെ മേരി എന്നായിരുന്നു അവളുടെ നാമം. ആ പേര് നിർദ്ദേശിച്ചത് കൊച്ചുത്രേസ്യയാണ്. സ്വർഗറാണി സെലിനോട് സ്നേഹസല്ലാപം നടത്തുന്ന രീതിയിൽ ഒരു കവിത കൊച്ചുത്രേസ്യ രചിക്കുകയുണ്ടായി. 1899 ജൂൺ 9 സ്നേഹത്തിന് ആത്മാർപ്പണം ചെയ്യാൻ കുർബാന മധ്യേ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് പ്രചോദനമുണ്ടായി. ജൂൺ 11 സെലിന് ഒരുമിച്ചാണ് അവൾ അത് ചെയ്തത്. 1896 ഫെബ്രുവരി 24 സെലിന്റെ വ്രതവാഗ്ദാനം നടന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മരണശേഷം അവളുടെ പുണ്യകീർത്തി എങ്ങും പരന്നു. നാമകരണ നടപടികൾ 1908 ആരംഭിച്ചു. 1912 വിശുദ്ധ കൊച്ചുത്രേസ്യ റോസാപ്പൂക്കളും കുരിശും പിടിച്ചു നിൽക്കുന്ന ചിത്രം സെലിൻ വരയ്ക്കുകയുണ്ടായി. വിശുദ്ധയുടെ മറ്റനേകം ചിത്രങ്ങൾ സെലിൻ വരച്ചിട്ടുണ്ട്. ചിത്രകാരി കൂടിയായിരുന്ന സെലിൻ പരിശുദ്ധ അമ്മ തുടങ്ങി മറ്റനേകം വിശുദ്ധരുടെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. മൈ സിസ്റ്റർ സെയിന്റ് തെരേസ് എന്ന പുസ്തകവും കൊച്ചുത്രേസ്യ വിശുദ്ധയായതിനു ശേഷം സെലിൻ എഴുതി. 1959 ഫെബ്രുവരി 25 സിസ്റ്റർ ജനീവ് എന്ന കൊച്ചുറാണിയുടെ സെലിൻ ചേച്ചി അനുജത്തിയുടെ പക്കലേക്ക് പറന്നുയർന്നു. സെലിനെയും കൊച്ചുറാണിയെയും പോലെ ആത്മാർത്ഥ സഹോദരങ്ങൾ ഇനിയും പിറക്കട്ടെ. ഈശോ ഈശോ നീ എൻ ഹൃദയം തേടുന്നൊരു കൂട്ടായി വരണേ വരണേ. ഈശോ ഈശോ നീ എൻ ആനന്ദനാമമായി ആത്മാവിൻ ലഹരിയായി വരണേ. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം കടൽ പോലെ